എത്ര പറഞ്ഞാലും മനുഷ്യർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. വേദനിപ്പിക്കുന്ന ഒരു സുഖമാണ് പലർക്കും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഇന്ന് വന്ന 2 ഫോൺ കോളുകളാണ്. മുറിവേൽപ്പിക്കപ്പെടുന്നതും ആ മുറിവേൽപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് പരിഹസിക്കുന്നതും ആ പരിഹാസങ്ങളെക്കുറിച്ച് ആവർത്തിക്കുന്നതൊക്കെ ചിലർക്കൊരു സുഖമാണ്. അത് അവൻ്റെ മനോരോഗത്തിൻ്റെ ആത്മശാന്തിയാണ്. മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നതും ഇല്ലാത്തത് പറയുമ്പോൾ അവന് കിട്ടുന്ന ആത്മനിർവൃതിയൊക്കെ, അവനാകാൻ പറ്റാത്തത് മറ്റാരെങ്കിലും ആകുന്നുണ്ടെങ്കിൽ, അവന് ചെയ്യാൻ കഴിയാത്ത മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവനുണ്ടാകുന്ന ഒരുതരം മനോരോഗത്തിൻ്റെ അവസ്ഥയാണ്. ഞാനിത് പറയുന്നത് എന്നെ ഇന്ന് വിളിച്ച ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. അതാണ് ഈ പരമ്പര. ഞാൻ എന്നെ ഒരു കഥാപാത്രമാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്തൊരു ലോകമാണിത്, എന്തൊരു മനുഷ്യനാണിത്. ഒന്നിനെക്കുറിച്ചും സ്വന്തം നീ രാവിലെ എഴുന്നേറ്റ് സ്വന്തം ഈ രണ്ട് കാലിൽ മന്തുള്ളവൻ ഒരു കാലിൽ മന്തുള്ളവനെ നോക്കി ഇതോ ഒരു മന്ദൻ പോകുന്നു എന്ന് പറയുന്ന പോലാണ് മനുഷ്യൻ്റെ കാര്യം. അവനവൻ്റെ പോരായ്മകളെക്കുറിച്ച് മനസ്സിലാക്കില്ല. മറ്റൊരാളുടെ നാശം കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നൊരവസ്ഥ. ആ നാശത്തിലൂടെ ആത്മസംതൃപ്തി കിട്ടുന്നത്. അവൻ നശിച്ചു പോയി കേട്ടോ, അല്ല അവൻ പെണ്ണുപിടിയനാണ്, അവനില്ലെങ്കിൽ ആഭാസനാണ്, അവൻ പണ്ട് എങ്ങനെ ജീവിച്ചവനാണ്, ഇപ്പം കണ്ടില്ലേ താൻ എല്ലാം തികഞ്ഞവനാണെന്നും മറ്റുള്ളവരെല്ലാം തന്നെ വളരെ മോശമാണെന്നും, ഇല്ലെങ്കിൽ അത് ആരെയൊക്കെ കുറ്റം ഇന്ന് ആരെയൊക്കെ പറയുന്നത്. ശ്രീനിവാസൻ്റെ നമ്മുടെ യശസ്വരനായ ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ട്, അവനെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ എന്ത് നല്ല സുഖം എന്ന് പറയുന്ന നാടോടിക്കാറ്റിലാണെന്ന് തോന്നുന്നു ഒരുത്തനെ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗാണ്. അതേപോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരെ പരിഹാസമാക്കുന്നതും ഒക്കെ മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞ് ആത്മസംതൃപ്തി നേടുന്ന കുറേ മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചെവിക്കൊണ്ടാൻ പോയാൽ ആ ചെവിക്കൊള്ളുന്നതിന് നിങ്ങൾക്ക് വേദനയുണ്ടാകും. നിങ്ങൾ ഈ ചെവിയിൽ കൂടെ കൂട്ടി ഈ ചെവിയിലൂടെ കളയുക. നീ എന്താണോ എന്നെക്കുറിച്ച് ധരിക്കുന്നത്, നീ ക്രിമിനലാണ്, നീ കള്ളനാണ്, നീ പെണ്ണുപിടിയനാണ്, നീ ആഭാസനാണ്, നീ വൃത്തികെട്ടവനാണ്, നീ ജനത്തിനെ പറ്റിച്ച് ജീവിക്കുന്ന കള്ളസ്വാമിയാണെന്ന് പറഞ്ഞാലും അത് നീ എന്താണോ എന്നെക്കുറിച്ച് ധരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്കൊരു കർമ്മമുണ്ട്, ഞാൻ ആ കർമ്മം ശുദ്ധമായ കർമ്മത്തിലൂടെ നടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്ത് മുമ്പിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുള്ളൂ. മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ചിന്ത ആ വഴിക്ക് പോകും. മറ്റുള്ളവൻ എന്തോ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ കർമ്മം ഇതാണ്, ഞാനിങ്ങനെയാകും. പിന്നെ നിനക്ക് കോടതിയും നിയമവും പോലീസും ഒക്കെ ഉണ്ട്, അവർ എന്തൊക്കെ ചെയ്താലും നിൻ്റെ വിധി എന്താണോ അത് നീ അതിനുവേണ്ടി പോരാടുക. ആ വിധിക്ക് വേണ്ടി, ആ വിധിയിലൂടെ പോരാടി നീ സത്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പം കണ്ടേക്കുന്നത് ശബരിമല. ജീവിതത്തിൽ ഒരിക്കലും ശബരിമല അയ്യപ്പന് തത്തുല്യമായി കണ്ട ശബരിമല തന്ത്രിയുടെ അവസ്ഥ എന്താണ്? നിലത്ത് വാവിരിച്ച് കിടക്കുന്നത്. മറ്റുള്ളവരുടെ സുഖപാഠനവും സുഖലോലുപതയും അല്ലെങ്കിൽ സുഖിപ്പീരിലുമൊക്കെ വീണുപോയാൽ ജയിലറകളിൽ പോയി കിടക്കേണ്ടി വരും. താനാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ താൻ ഒന്നുമല്ല, എന്നെക്കാൾ വലിയൊരു ലോകമുണ്ടെന്നും താൻ അതിനുള്ളൊരു ചെറിയ മനുഷ്യനാണെന്നും നമ്മൾ തിരിച്ചറിയുന്നൊരവസ്ഥ ഈശ്വരൻ തന്നെ ഉണ്ടാക്കും. ഇന്ന് വൈകുന്നേരം കാന്തല്ലൂർക്ക് പോകണം, 3-4 ദിവസം ഇല്ല, വല്ലപ്പോഴും അവിടെ നട തുറക്കാറുള്ളൂ. പുറത്തങ്കരയും വാർത്താളിയും നാഗങ്ങളും ഒക്കെ എനിക്കൊന്ന് കാണണം. അവരോട് പോയി തിരിച്ചൊന്നും പറയാത്തത് കൊണ്ടാവും ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കും. വയസ്സ് 63ആയി, ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ജീവിച്ചിരിക്കുന്ന കാലം ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ആശ്രമം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നശിച്ചു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കും. അങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയിട്ട് മഹാബലി എല്ലാ ഓണക്കാലം വരും എന്നുള്ള സങ്കല്പം ജനിക്കുന്ന പോലെ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ തിരിച്ചു വരും. ഞാൻ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നാഡ്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ ആ മലക്കുന്നിന് മുകളിലൂടെ വെള്ളമൊഴുകി എൻ്റെ ആശ്രമവും എൻ്റെ വിഗ്രഹങ്ങളും എൻ്റെ 10-11 അടി പൊക്കമുള്ള ഭദ്രകാളിയും എൻ്റെ പ്രത്യങ്കര ദേവിയും ഒക്കെ വെള്ളത്തിനടിയിലാവും എന്ന് 7 നാടുകളിൽ ഞാൻ വായിച്ചറിഞ്ഞു. 1000 വർഷം കഴിഞ്ഞ് ഇനി അവിടെ ജനിച്ചു വരും എന്നൊക്കെ അറിഞ്ഞു. ഇതെല്ലാം എൻ്റെ അറിവുകൾ മാത്രമാണ്, ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇന്നങ്ങനെ ഞാനിങ്ങനെ എപ്പോഴും ഇപ്പോൾ ടീച്ചറിനോട് പറയും, അവിടെ എൻ്റെ സമാധി ഗുഹയൊക്കെ ഉണ്ട്, ഞാൻ അതിനകത്താണ് ജീവിക്കുന്നത്, അവിടെ കണ്ണേക്ഷി ദർശനം തന്ന് ഞാൻ അകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ വിളിച്ച് അതിനകത്ത് കാണിക്കാറുണ്ട്. കണ്ണേക്ഷി മന്ത്രം ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നും കണ്ണേക്ഷി സാന്നിധ്യ ദൃശ്യമായിട്ട് തന്നെ നിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ അതിനെ പണിത് വെക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ എല്ലാ രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങൾ തന്ത്രശാസ്ത്രങ്ങളിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നാണ്. അങ്ങനെ സൂക്ഷിക്കാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ടും എൻ്റെ കാലശേഷം അത് കാലശേഷമാണെങ്കിലും കാലത്താണെങ്കിലും അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുമെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലൂടെ നമ്മളിലൂടെ കിട്ടുന്ന നന്മയുണ്ടാകണമെങ്കിൽ
അത് പകർന്നു കൊടുക്കണമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പകർന്നു കിട്ടും. എനിക്ക് കിട്ടിയതൊക്കെ തന്നെ പകർന്നു കിട്ടിയതാണ്. തന്ത്രശാസ്ത്രങ്ങൾ എല്ലാം തന്നെ ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം. തന്ത്രങ്ങളെല്ലാം തന്നെ, മന്ത്രങ്ങളെല്ലാം തന്നെ. തന്ത്രങ്ങൾ വന്നു ചേരുകയും മനസ്സിലാക്കിയാൽ തന്നെ തന്ത്രങ്ങൾ പൂർവ്വജന്മത്തിൽ നിന്ന് വന്നു ചേരുകയും മന്ത്രങ്ങൾ ഗുരുവിൽ നിന്ന് കാതിലോതണം എന്നാണ്, കാതിലോതി മേടിക്കും എന്നാണ് ആ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഏതോ ജന്മത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത, ഇന്നും തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് ശരി എന്നത് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ സർവനാശം കാണാതിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമുണ്ട്, നശിപ്പിക്കാൻ ശ്രമിച്ചവരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ശരീരം നശിച്ചു പോകുമായിരിക്കും, പക്ഷേ മനസ്സ് നശിക്കില്ല. മനസ്സ് നശിക്കാത്തിടത്തോളം കാലം നമ്മളെ ആർക്കും നശിപ്പിക്കാനും കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ദുഷ്ടകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ദുരാചാരങ്ങളിൽ പെട്ടുപോയി നമ്മൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ എന്നും ഒരാൾക്ക് നാശം സംഭവിക്കുന്നില്ല. അങ്ങനെയൊന്നും ഒരാൾക്ക് വേണമെങ്കിൽ കായികമായി ബലമുള്ള ഒരാളെ കൊല്ലാം, അല്ലെങ്കിൽ ശപിക്കാം, അല്ലേ, സർവനാശം ശപിക്കാം. ഇതൊക്കെ ഞാൻ ശപിച്ചിട്ടുണ്ട്. എൻ്റെ ആശ്രമം നശിപ്പിച്ച് എൻ്റെ നാഗങ്ങളുടെ പുറത്ത് മിച്ചർ വാരിയിട്ട് മദ്യം ഒഴിച്ചപ്പോൾ ഞാൻ ശപിച്ചിട്ടുണ്ട്. എൻ്റെ സമാധി ഗുഹയിലെ ഇരിപ്പിടം പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഞാൻ ശപിച്ചിട്ടുണ്ട്. എൻ്റെ ഭദ്രകാളിയുടെ മുമ്പിൽ കിടാവിളക്ക്, വർഷങ്ങളോളത്തെ കിടാവിളക്ക് മറിച്ചിട്ടപ്പോൾ ഞാൻ ശപിച്ചിട്ടുണ്ട്. ഞാൻ മുഴുവൻ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി ഞാൻ തട്ടിയെടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശപിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ അവരൊക്കെ തന്നെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ചില മനുഷ്യർ, എനിക്ക് അവരോട് ശത്രുത തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുക്കാനുള്ളത്, ദൈവം കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്താൽ അത് കുറഞ്ഞു പോകും അതിൻ്റെ തോത്. ഓരോരുത്തർക്ക് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച എന്ന് പറഞ്ഞാൽ, ഒരു നിവർത്തിയില്ല സ്വാമി, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല സ്വാമി, ഞാൻ ചോറ്റാനിക്കരയോട് ഒരു വീടിൻ്റെ പുറകിൽ പട്ടികളോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ് സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത്, താന്ത്രിക കർമ്മങ്ങൾ എനിക്കറിയാവുന്ന മുഴുവൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുത്ത ആളാണ് എൻ്റെ ആശ്രമം നശിപ്പിക്കാൻ ഒപ്പം നിന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയൊരവസ്ഥയുണ്ട്. പ്രത്യങ്കരാദേവി എന്ന് പറയുന്ന ഉഗ്രപ്രത്യങ്കരയുടെ മുളകാണ് അഭിഷേകം. ഇപ്പം അയ്യാവാടിയിലാണെങ്കിൽ പോലും മുളകരച്ച് ദേവിയെ പുരട്ടുന്നത് എന്തിനാണ്? മനുഷ്യൻ്റെ നീറ്റലുകൾ സ്വയം ദേവി എടുക്കുന്നു എന്നുള്ളതാണ്. മുളകാണ് നിവേദിക്കുന്നത്. മുളക്കിനോടൊപ്പം വീര്യം മറ്റൊന്നിനുമില്ല. ഞാൻ കിലോ കണക്കിന് 200 കിലോ മുളക് വരെ ഞാൻ അവിടെ കാന്തല്ലൂർ ഹോമിച്ചിട്ടുണ്ട്. അത് ദേശത്തിൻ്റെ പൈശാചികമായ ദുരിതങ്ങളെ ഇല്ലാതാക്കാനും ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനും ദുരിതങ്ങളെ ഇല്ലാതാക്കി കളയാനും ഒക്കെയാണ്. അതിനെ വരെ ദുർവ്യാഖ്യാനം ചെയ്ത് എൻ്റെ ആശ്രമത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീഡിയോ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പിന്നെ വളരെ കാലം പോലും എൻ്റെ കേസിലെ പ്രതിയാണ്, സമൻസ് പോലും കൈപ്പറ്റാൻ നിൽക്കാതെ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരാൾ വശം എന്നെ അറിയിച്ചു, എനിക്കൊന്ന് കാണണം, എനിക്ക് മാപ്പ് പറയണം. ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇവരാളാണ്, ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന സൗണ്ട് ട്രാക്ക് എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നിത് പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം പരിഭവമല്ല. ഇന്ന് തന്നെ ഒരാൾ വിളിക്കുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് 2 പേര് വിളിക്കുന്നു. അതിൽ ഒരാൾ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി എഴുതണം, സ്വാമിയുടെ വേഷങ്ങളൊക്കെ മാറ്റി വയ്ക്കണം, സ്വാമി പഴയ സുന്ദരനായിരിക്കണം, സൗന്ദര്യം കടിച്ചു തിന്നാൻ പറ്റില്ല എന്ന് എന്നോടൊപ്പം ജീവിച്ച ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്നോടൊപ്പം ജീവിച്ചിരുന്ന ഒരാൾ, ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല, സ്വാമിയാണ് എല്ലാം. സൗന്ദര്യം കടിച്ചു തിന്നാൻ പറ്റില്ല, ശരിയാണ്. ഭൗതികമായ ചിന്തകളിൽ ജീവിക്കുന്നവർക്ക് അതേ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാമി ഇതൊക്കെ മാറ്റിവെക്കണം. സ്വാമി പുസ്തകങ്ങളൊന്നും എഴുതാതെ ഇപ്പോൾ DNA ചാനലിൽ പോയിരുന്ന് ഇതുപോലെ ഇങ്ങനെ നാട്ടുവർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് താങ്കളെ മനസ്സിലായില്ല, താങ്കൾ ആരാണ്? പറഞ്ഞു, താങ്കളെ കുറിച്ചിട്ടുള്ള കുറേ വീഡിയോകൾ ഞാൻ കണ്ടു, താങ്കളുടെ അനന്തഭദ്രം ഞാൻ സിനിമ കണ്ടു. അനന്തഭദ്രം സിനിമ കണ്ട് ഇത്രയും എഴുത്തിൽ പ്രാഗൽഭ്യമുള്ള ഒരാൾ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇരിക്കുന്നത്, ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കണ്ട വീഡിയോകളൊക്കെ യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഇതൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്.
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ പരാതി ഉള്ളവർക്ക് പോലീസിലും കോടതിയിലും ഒക്കെ കൊടുക്കാം. അത് പോലീസും കോടതിയൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്കാരെയും എന്തും പറയാം, ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ എന്തും പറയാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഒന്നും തിരുത്താനൊന്നും നമുക്ക് കഴിയില്ല. നീ എന്താണോ എന്നെക്കുറിച്ച് ധരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ. എൻ്റെ ഊർജം അത് തിരുത്തി നിൻ്റെ മുമ്പിൽ എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയാൻ ആണ് എനിക്കിഷ്ടം. ഞാനിത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇനി മേലാൽ DNA ചാനലിൽ വന്നിരുന്ന് ഇത്തരം വെട്ടിത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും എന്നാണ്. മരിച്ചാൽ അടക്കം ചെയ്യാനുള്ള ആ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാൻ പറയുവാണ്, ഞാൻ മരണപ്പെട്ടാൽ കടബാധ്യതകളില്ല, പലിശയ്ക്ക് എടുത്തിട്ടില്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറില്ല. ഇതൊന്നും ചെയ്യാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചാൽ എന്നോടൊപ്പം ജീവിക്കുന്ന സ്ത്രീ നാളെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം സാമിത പൈസ കടം മേടിച്ചു തിരിച്ചു തന്നില്ല എന്ന് ആരും പറയാറില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ സന്തോഷിവൻ ഒരു കാലത്ത് മലയാളത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾ, അയാൾക്ക് ഞാൻ 5 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തു. 5 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു തന്നില്ല. അദ്ദേഹത്തിൻ്റെ ശത്രുവൊന്നുമല്ല, ഗതികേട് കൊണ്ട് തന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സന്തോഷിവനൊരു മെസ്സേജ് ഇട്ടു, സന്തോഷേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരണം. ആ പൈസ വർഷങ്ങളായി, 10-20 വർഷമായ പണമാണ്. ഞാനത് തിരിച്ചു തന്നില്ലെങ്കിൽ അതെനിക്ക് കടബാധിതയായിട്ട് കിടന്ന് എനിക്ക് വീണ്ടും ഞാൻ ജനിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് സന്തോഷേൻ്റെ ആ നമ്പർ എനിക്കൊന്ന് ഇട്ട് തരണം, അക്കൗണ്ട് നമ്പർ, അത് തിരിച്ചു തരാനായിട്ടാണ് എന്ന് പറഞ്ഞത്. എന്താണ്, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, അദ്ദേഹം ചോദിച്ചിട്ടുമില്ല. പക്ഷെ നമ്മളത് കൊടുക്കേണ്ട. ഒരാൾക്ക് പണം മേടിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ട. ഒരാളെടുത്തൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കേണ്ടത്. അത് പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും ചെയ്യുന്നത് മാത്രമേ പറയുകയുള്ളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും പേടിക്കില്ല. ഇതാരാണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ പറയുന്ന വിഡ്ഢിത്തങ്ങൾ തന്നെയാകട്ടെ. വിഡ്ഢിത്തങ്ങളാണെങ്കിൽ പോലും കേൾക്കാനുള്ള കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് DNA ചാനലിലുണ്ടല്ലോ. ഞാനൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല ഇത് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളും എന്നോടൊപ്പം വന്ന് പറയുന്ന മനുഷ്യരുടെ അനുഭവങ്ങളും ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊന്നും സംഭവിക്കാതിരിക്കാനും ദുരിതങ്ങളും ദുഃഖങ്ങളും വരാതിരിക്കാനും ആണല്ലോ ഇത് പറയുന്നത്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് പണം വാങ്ങിയോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനോ ഒന്നുമല്ലല്ലോ. പരിഹാരങ്ങളൊക്കെ ഞാൻ പറയുന്നത് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. പരിഹാരങ്ങൾ ചെയ്യുന്നതിന് പണവും ചിലവാകും. അതൊന്നും പറയാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷേ അവർ പൂജ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂജ ചെയ്യുന്നവർ വിളിച്ചാൽ ഫോൺ എടുക്കാതൊന്നും ഇരിക്കത്തില്ല. വർഷങ്ങളായിട്ട് ഞാനുമായിട്ട് ബന്ധമുള്ള പൂജ ഉള്ളവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട്, ഹോമങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട്, പ്രശ്ന പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഫോൺ ഞാൻ താൽക്കാലികമായി എനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും എല്ലാവരെയും ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് ഞാൻ ഈ പരിപാടി നിർത്തണം എന്നാണ് പറയുന്നത്. സഹിക്കാൻ വയ്യ എന്നാണ് പുള്ളിക്ക് പറയുന്നത്. പുള്ളി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, ഇല്ലെങ്കിൽ എന്നെ കൈകാര്യം ചെയ്യുന്ന. സുഹൃത്തെ, അങ്ങനെയുള്ള ഭയമൊന്നും കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരനില്ല. പലരും ശ്രമിച്ചതാണ്, പല വിധത്തിലും ശ്രമിച്ചതാണ്. അങ്ങനെ ഒരാളില്ലാതാക്കിയാൽ കായികമായി ചിലപ്പോൾ നിങ്ങളെന്നെ ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും. എന്നാലും പോകുന്ന പോക്കിനൊരു പോറെന്തെങ്കിലും തന്നിട്ടേ ഞാൻ പോവുള്ളൂ. അത് 7 ജന്മം അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഈ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച സുഹൃത്തുക്കൾ അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞു. PR വർക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ പേടിപ്പെടുത്താനൊന്നും നിൽക്കണ്ട. അങ്ങനെ PR വർക്കിൽ നിന്നും അഭിമാനക്ഷത ഉണ്ടാകാനുള്ള ഉണ്ടായതൊക്കെ പരമാവധി ഉണ്ടായതാണ്. എൻ്റെ പുസ്തകം, എൻ്റെ അനന്തഭദ്രത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരു കോഴിക്കോടുള്ള ഹരികിഷോർ മേനോൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒപ്പിട്ട് മേടിച്ച് കൊണ്ടുപോയതാണ്. 1 ലക്ഷം രൂപയും മേടിച്ചു. ഇത് തിരിച്ചു കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ പൈസയില്ല, ബുക്ക് നിങ്ങൾ നോക്കണം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഒരു പണവുമില്ല, ആളുമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്ന കുറേ മനുഷ്യർ. ഞാൻ അയാൾക്ക് നോട്ടീസ് അയച്ചു, അത് ആളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ആ പുസ്തകം 5 സ്റ്റാറാണ് അതിനകത്ത്, അനന്തഭദ്രത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്. അപ്പോൾ നമ്മളെ പറ്റിച്ചു പോയി. പക്ഷേ എനിക്ക് അതിന് സമാധാനമുണ്ട്. ഞാൻ കേസിനൊന്നും പോകില്ല. ഞാൻ ഒരു പ്രാവശ്യം നോട്ടീസ് അയച്ചു, ഒരു വക്കീലിൻ്റെ നോട്ടീസ്. കാരണം എൻ്റെ അടുത്തൊരു എഗ്രിമെൻ്റൊക്കെ തന്നു. ആ എഗ്രിമെൻ്റൊന്നുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ഹരികിഷോർ മേനോൻ എന്ന് പറയുന്ന അയാൾ എന്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ പബ്ലിക്കേഷൻ്റെ പേരിൽ കത്തയച്ചു. അതും തിരിച്ചു വന്നു. ഛത്തീസ്ഗഡിലെങ്ങാണ്ട് പേരുള്ള ഒരു പബ്ലിക്കേഷനാണ്. പുസ്തകമുണ്ട്, ആമസോണിലുണ്ട് ബുക്ക്. അപ്പോൾ എന്നെ ഒന്ന് ബന്ധപ്പെടുകയോ ഫോൺ വിളിച്ച് എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അദ്ദേഹം എന്നിൽ നിന്ന് അത് മേടിക്കുമ്പോൾ ഒരു കെട്ട് പേപ്പർ ഒപ്പിട്ട് മാറ്റി. ഇനി എൻ്റെ റൈറ്റെല്ലാം എഴുതി മാറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും എന്നോടത് പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കുമല്ലോ. ഞാൻ എഴുതി വെച്ച കഥകളെടുത്ത് ഒരാൾ പ്രിൻ്റ് ചെയ്തു.
എഴുതി വെച്ച എൻ്റെ 12 കഥകളെടുത്ത് പ്രിൻ്റ് ചെയ്തു. അതുമായിട്ട് ബന്ധമുള്ള ഒരാൾ പ്രിൻ്റ് ചെയ്ത് ബുക്കിറക്കി, പുസ്തകം ഇറക്കി. ഞാൻ അവർക്ക് ഒരു നോട്ടീസ് അയച്ചു, എൻ്റെ കഥകളാണ് എനിക്ക് തിരിച്ചു തരണമെന്ന്. അവർ ഭീഷണിപ്പെടുത്തി ഒരു മറുപടി കത്ത് വന്നു. ആ ബുക്ക് വായിച്ചാൽ ഈ 45 പുസ്തകം എഴുതിയ എൻ്റെ പുസ്തകമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ പറയുന്നു, നമ്മളൊരാളെ വിശ്വസിക്കും. നിങ്ങളൊരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ. കാരണം വിശ്വസിക്കുന്നവർ ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളാലോചിച്ചു, ഒരു വീട്ടിൽ നമ്മൾ ബുക്ക് എഴുതി വെക്കുന്നു, നമ്മൾ ആ താമസിച്ച വീട്ടിൽ 10-15 കഥ എഴുതി വെക്കുന്നു. ആ കഥ എടുത്ത് സ്വന്തം പേരിൽ അച്ചടിച്ചിറക്കുന്നു. സ്വന്തം പേരിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ അതിൽ അവതാരിക എഴുതുന്നു. അതിൽ 2-3 കഥ വനിതയിൽ വരുന്നു. എൻ്റെ ഭാഷ, എൻ്റെ കഥ. ഇത് എവിടെ ഏത് കോടതിയിൽ കൊടുത്താലും നമ്മളൊരു കമ്മീഷനെ വെച്ചാൽ ഇത് സുനിൽ പരമേശ്വരൻ്റെ കഥയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ രഹസ്യമായിട്ട് വയ്ക്കാം, നിങ്ങളതെനിക്ക് തിരിച്ചു തരൂ, ഞാൻ പുസ്തകമായിട്ട് ഇറക്കിക്കോട്ടെ, ഞാൻ പുസ്തകം എഴുതി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അന്നൊരു മറുപടിയുണ്ട്, എന്നെ നിയമപരമായി നേരിടുന്നു. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. വിശ്വാസം. കാന്തല്ലൂർ തന്നെ ഞാൻ സ്ഥലം മേടിച്ചു, 25 ലക്ഷം രൂപ കൊടുത്തു. കാന്തല്ലൂരിലെ സകല മനുഷ്യർക്കും അറിയാം. ഒരു ദിവസം നോക്കുമ്പോൾ ആ വസ്തു പൈസ മേടിച്ച ആൾ അവിടെ നിൽക്കുന്നു. ഞാൻ എന്താണ് അത്, വസ്തു തരാൻ മകൻ സമ്മതിക്കുന്നില്ല, വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്ന് ഞാൻ തൊഴുതു കൊടുത്തതാണ്. അദ്ദേഹം പോയി വീഡിയോയിൽ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ തട്ടിയെടുത്തു എന്ന്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇങ്ങനെയാണ് മനുഷ്യർ. ഞാൻ എൻ്റെ കഥ മാത്രമല്ല പറയുന്നത്. ഒരാൾ ഒരു കാറ് അവിടെ കൊണ്ടിട്ടു, സ്വാമിക്ക് എപ്പോൾ വേണമെങ്കിലും ഓടാന്ന്. 10 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷിച്ചു പറഞ്ഞു, ഞാൻ ഈ കാറ് അയാളെ തട്ടിയെടുത്തു എന്ന്. അയാളോടൊപ്പം ഒരു പ്രാവശ്യം രാമേശ്വരം വരെ പോയി, അത്ര തന്നെ. ഞാൻ കാറ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞു. അവസാനം അഭിമാനിക്ഷത ഉണ്ടായിട്ട് അയാൾ പറയുന്ന പൈസ കൊടുത്തു. ആ കാർ ഇടിച്ച് 2 പേര് ചത്തു. കാർ എടുത്തുകൊണ്ട് പോയ കാറ് കൊണ്ടുപോയി 2 പേരെ കൊന്നു. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് എടുപ്പിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിങ്ങളെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് എന്തെന്നറിയാതെ ഞാൻ ഈ യൂട്യൂബ് ചാനലുകളിൽ പറയുന്നതിനൊക്കെ ഒരു സത്യസന്ധത വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഞാൻ ഇന്നലെ ശ്രീജിത്ത് പണിക്കരുടെ എനിക്കിഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാനീ പറയുന്ന കാരണം മറുനാടൻ ഷാജൻ്റെ വാർത്ത ഞാൻ കേൾക്കും, എനിക്കിഷ്ടമാണ്. വിനു വി ജോണിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ കേൾക്കും. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഏഷ്യാനെറ്റിലെ PGയുടെ വാർത്ത വായിക്കുന്നത് മറ്റൊരാളൂടെ ഉണ്ട്, കണ്ണാടി വെച്ച്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല കർമ്മങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശ്വാസവഞ്ചന കലിയുഗത്തിൽ സംഭവിച്ചേ പറ്റൂ. അച്ഛനായാലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും. സഹോദരന്മാരുടെ വിശ്വാസവഞ്ചനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. സഹോദരന്മാരുടെ ചതിയെക്കുറിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വാർത്തകളുമുണ്ട്. ഞാൻ ഉദാഹരണം എന്നിൽ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾ, അക്ഷരങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ പുസ്തകം തട്ടിയെടുത്തതിനെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തു, എന്തോരം കഷ്ടപ്പെട്ടാണ് ആ വസ്തു മേടിച്ചത് കാന്തല്ലൂരിൽ, അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചവരെക്കുറിച്ച്. പിന്നെ ദൈവഹിതമായിട്ട് സത്യവും നിയമവും ദൈവവും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ മറ്റൊരെണ്ണം മേടിച്ചു, അതിനകത്ത് അത് പോയി, അത് പൊക്കോട്ടെ എന്ന് ഞാൻ വെച്ചു എൻ്റെ മനസ്സുകൊണ്ട്. പിന്നെ ഉള്ളത് തന്നെ അവകാശികളില്ല. ആകെ ഉള്ളത് ഞാനും ടീച്ചറുമാണ്. എനിക്ക് 2-3 കുട്ടികളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഇതൊക്കെ എഴുതി കൊടുക്കണം. ടീച്ചറിൻ്റെ ചേച്ചിയുടെ മോനുണ്ട്, ചേട്ടൻ്റെ മോനുണ്ട്. അവർക്ക് ഇതൊന്നും വേണ്ട. സ്വാമി സന്തോഷമായിട്ട് 1000 വർഷം ജീവിച്ചിരുന്നാൽ അത് തന്നെ പുണ്യം. ഒന്നും ആർക്കും വേണ്ട, പുസ്തകവും വേണ്ട. അപ്പോൾ ആരും വേണ്ടാത്ത ഒരാളായിട്ട് നമ്മൾ മാറി. ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്തുകൊണ്ട് എൻ്റെ കാര്യം പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ചതിക്കപ്പെടുന്ന ഒരു വലിയ അവസ്ഥയുണ്ട്. വിശ്വാസമെന്നൊന്നും കലിയുഗത്തിലില്ല. അച്ഛനും അമ്മയും കൂടെ ഒരാൾ ചേർന്നിട്ട് അത്രയും കാലം ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് പൈസ മുഴുവൻ സഹോദരിമാരെയും കെട്ടിച്ചയച്ച് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് അവസാനം വീട് അമ്മയ്ക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അമ്മ അതിനു മുമ്പ് വേറെ സഹോദരിമാർക്ക് അത് എഴുതി കൊടുത്തിരിക്കുന്നു. കിടക്കാൻ സ്ഥലമില്ലാതെ തകർന്ന് എൻ്റെ അടുത്ത് വന്നു. അമ്മ പെമ്മക്കൊക്കെ എഴുതി കൊടുത്തു, ഇദ്ദേഹത്തിനൊന്നുമില്ല, കല്യാണവും കഴിച്ചില്ല. ഇതുപോലെ എത്ര കഥകളാണ് നമ്മളെ മുമ്പിലുള്ളത്. അതുകൊണ്ട് വിശ്വാസവഞ്ചനയും ചതിയും സ്നേഹത്തോടെ നമ്മളൊരാൾ സ്തുതിക്കുമ്പോൾ, നീയാണ് ഏറ്റവും മിടുക്കൻ, സ്വാമിയുടെ എഴുത്ത് ഗംഭീരം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കണം. സ്വാമിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ, സ്വാമിക്കപ്പുറത്ത് ഈ ലോകത്തെക്കൊട്ടൊന്നുമില്ല എന്നൊരുത്തം പറഞ്ഞാൽ നമ്മളുടൻ ചുവന്ന പേന എടുക്കുക, ഒരു മാർക്ക് ചെയ്യുക. സ്വാമി എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുത്തം വന്നാൽ ദൈവം ശിക്ഷിച്ചവനാണ്, അങ്ങോട്ട് മാറ്റി നിർത്തുക. എൻ്റെ അനുഭവം, എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ നിങ്ങളൊന്ന് വായിക്കണം. വിൽക്കാൻ വേണ്ടിയല്ല, പുസ്തകം കിട്ടാനില്ല. ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്നൊരു പുസ്തകത്തിനാണ്, നിങ്ങളൊന്ന് വായിക്കണം. അത് കഴിഞ്ഞൊരു പുസ്തകമുണ്ട്, ഇത് നോവുകടൽ. കടലിൽ കാണുമ്പോൾ നല്ല സൗന്ദര്യമാണ്, പക്ഷേ കടൽ അലമുറയിട്ട് കരയാണെന്നാണ് ഞാൻ എഴുതിയത്.
മജ്ജയും മാംസവും പിന്നെ ഹിമാലയവും 3 പരമ്പരയുണ്ട്. അതിന് മൂന്ന് ഭാഗം ഒക്കെ വായിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളാണ് എഴുതിയത്. എൻ്റെ ഇനിയുള്ള ലോകത്ത് ശേഷിക്കുന്ന കാലത്ത് ശേഷിക്കുന്ന ലോകത്ത് മനുഷ്യന് ദുഃഖദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എൻ്റെ പുസ്തകം ഒരു ഭാഗമാവണമെങ്കിൽ എൻ്റെ വാക്കുകൾ ആ വാക്കുകൾ കൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി എനിക്ക് ഘോരം പ്രസംഗിക്കാനൊന്നും വയ്യ. അത് ഞാൻ അക്ഷരങ്ങളാക്കി മാറ്റി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. എന്നെ വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് തെറ്റുകളുള്ള എൻ്റെ തെറ്റുകൾ എഴുതിയത് മാത്രമാണ്. അതിലെ ശരികളുണ്ടോ എന്ന് വായനക്കാരാണ് സ്വീകരിക്കുന്നത്. അതാണ് കപട സന്യാസിയുടെ ആത്മകഥ. അപ്പോൾ ഞാൻ ഈ അനുഭവങ്ങളുമായിട്ട് ഇനിയും വരാം. അതുവരെ നന്ദി, നമസ്കാരം.